പാർക്കിങ്ങിനെ ചൊല്ലിയുണ്ടായ തർക്കം, പഴക്കച്ചവടക്കാരനെ കുത്തിക്കൊന്നു. ആദ്യം നമ്മൾ കണ്ടത് പഞ്ചാബിലാണെങ്കിൽ തൊട്ടടുത്ത് ഹരിയാനയിൽ, അവിടെ ഗുരുഗ്രാമിലാണ് ഈ സംഭവം. ശിവാജി നഗറിലെ പഴം പച്ചക്കറി മാർക്കറ്റ്, അവിടെയാണ് ഏതാണ്ട് പുലർച്ചെ 5:45 കൂടിയാണ് ഈ കത്തിക്കുത്ത് നടക്കുന്നത്. ഭരത് ഭൂഷൺ എന്ന പഴക്കച്ചവടക്കാരനാണ് അതിദാരുണമായി ആ മാർക്കറ്റിൽ മരിച്ചു വീണത്. ഈ ഭരതിന്റെ ജ്യേഷ്ഠ സഹോദരൻ താർചന്ദ് നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തി. 2 പേർക്കെതിരെയായിരുന്നു FIR. ഒന്ന്, ഈ ഫ്രൂട്ട്സ് കമ്മീഷൻ ഏജന്റായിട്ടുള്ള ജയ് ഭഗവാൻ. 2, ഈ പഴക്കട നടത്തുന്ന രാഹുൽ എന്ന ആളും. ഈ പഴങ്ങളുമായി എത്തിയ ഒരു ട്രക്ക്, ആ ട്രക്കിന്റെ പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഇങ്ങനെയൊരു കത്തിക്കുത്തിലേക്ക് സംഭവങ്ങൾ എത്തിച്ചത്. ഈ CCTVയിൽ ആ സംഘർഷത്തിന്റെ ദൃശ്യങ്ങളുണ്ട്. ജയ് ഭഗവാനാണ് കുത്തി പരിക്കേൽപ്പിക്കുന്നത് എന്നും പോലീസ് ആ ദൃശ്യങ്ങൾ വഴി കണ്ടെത്തി. ഈ ട്രക്കുമായെത്തിയ ഭരത് ഭൂഷണെ ഈ ജയ് ഭഗവാനും രാഹുലും പാർക്കിങ്ങിന് സമ്മതം നൽകിയില്ല. അവിടെയാണ് തുടക്കം. ഈ തർക്കം അത് രൂക്ഷമായപ്പോൾ ആളുകൾ തടിച്ചുകൂടി. ഈ സമയം ഈ ജയ് ഭഗവാൻ എന്ന ഈ ഫ്രൂട്ട് കമ്മീഷൻ ഏജന്റ് മൂർച്ചയുള്ള ഒരു ആയുധം കൊണ്ട് വയറിലും നെഞ്ചിലും ആഞ്ഞു കുത്തിയെന്നാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ പറയുന്നത്. तो आते ही जो इतनी देर में हमारा भाई पहुंचा नहीं था, उससे आते ही झगड़ा करने लग गया। झगड़ा किसके बीच हुआ, कौन थे? वो छोटा भाई था ना, भारत भूषण। आपका छोटा भाई? अच्छा, जिससे झगड़ा हुआ था। और जिसने हमला किया वो कौन था दूसरा? वो जय भगवान है, 12 नंबर दुकान का मालिक। 12 नंबर दुकान का मालिक। 13-14 नंबर हमारी है। यानी फल व्यापारी हैं दोनों। हाँ। ആ ട്രക്ക് പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് ഈ ഫ്രൂട്ട്സ് നിറച്ച ബോക്സുകൾ, ആ പെട്ടികൾ നീക്കാൻ ഈ ഭരത് ജയ് ഭഗവാനോട് ആവശ്യപ്പെട്ടതാണ് തർക്കത്തിന് തുടക്കമായതെന്ന് കണ്ടുനിന്നവർ പറയും. शुरुआत से बताइए कि हुआ क्या था, कैसे लड़ाई शुरू हुई? कोई भी बात नहीं थी, हम गाड़ी लगाते हैं तो माल इनका थोड़ा सा आगे था, मैंने हटा लो, लड़के ने हटा भी लिया। वो कहने लगा हम आज के बाद 1 मिनट नहीं हटाएंगे, ये है वो है। लंबी गाड़ी तो लगानी होती है। उसका एक चेला आया आगे नाल पे, तो उसने बुलाया किसको? उसको, जय भगवान को। जय भगवान। हाँ, उसने उसको बुलाया, सारा काम किया, 2-4 बंदे और बुला लिए उसने। लेकिन वो बंदे साइड में खड़े थे और यहाँ बुला लिया, बोला हम आगे वाला गाड़ी हटाएंगे ना, हटाएंगे ना, आप लगाओ ना लगाओ। उन्होंने पहले मेरे को मारा, फिर भाई को मारा, हाथ में झगड़ा किया, मेरे को लगी है। ഈ ഭരത് ഭൂഷണെ വളരെ പെട്ടെന്ന് തന്നെ ഇവർ ഈ സഹോദരങ്ങളൊക്കെ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ചികിത്സയിൽ കഴിയുമ്പോഴാണ് മരണം സംഭവിക്കുന്നത്. ഈ അമിതമായി ഒരുപാട് രക്തം നഷ്ടമായിരുന്നു. ആ രക്തം നഷ്ടമായതാണ് ഈ മരണത്തിന് കാരണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്താണ്, ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി തെളിവുകളൊക്കെ ശേഖരിച്ചു. പോലീസ് അതിന്റെ അന്വേഷണം അത് തുടരുകയാണ്. तो इसने गुस्से में आके जो बर्फ़ तोड़ने का सुआ होता है तो उसको लिया और उसकी चेस्ट पे वार किए, जिससे उसकी जो दिल में हार्ट में छेद हो गया और उसको हॉस्पिटलाइज कराया गया। उसके बाद उसकी मृत्यु हो गई। वारदात के बाद ये गुड़गांव का ही निवासी है वैसे, रहने वाला, लेकिन ये भाग गया था। उसके बाद 24 तारीख को सुबह वारदात हुई थी करीब 5-5:30 बजे के आसपास। उसके बाद ये कई जगह घूमा, छुपा। जैसे लास्ट में जब इसका पता चला, हमारी टीम लगी हुई थी, ये 40 जो ललित है इंचार्ज, तो इन्होंने अच्छा काम किया और जल्दी उसको 2 दिन के अंदर अंदर उसको गिरफ्तार कर लिया। ഈ ആക്രമണത്തിന് ശേഷം ഈ പ്രതി ഓടി രക്ഷപ്പെട്ടു. ആ പ്രതികൾക്കായുള്ള ഊർജിത അന്വേഷണത്തിലായിരുന്നു പോലീസ്.
ഏറ്റവും ഒടുവിൽ സോണിപത്തിൽ നിന്നാണ് ഈ ജയ് ഭഗവാൻ എന്ന പ്രധാന പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഈ കുത്താൻ ഉപയോഗിച്ച ആയുധം അത് കണ്ടെത്താനുണ്ട്. ഈ പഴക്കച്ചവടം നടത്തുന്ന രാഹുൽ, രണ്ടാമത്തെ പ്രതിയായിട്ടുള്ള രാഹുലിനെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.